KSFE സ്റ്റാഫ് അസോസിയേഷൻ CITUവിന്റെ 31ാമത് സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. KSFE ഉയർത്തുന്ന സാമ്പത്തിക ബദൽ രാജ്യത്തിന് മാതൃകയാണെന്ന് CITU ദേശീയ ജനറൽ സെക്രട്ടറി തബ്സൻ പറഞ്ഞു. റീജിയണൽ തിയേറ്ററിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണൽ കോർപ്പറേറ്റ് ഭരണമാണ് രാജ്യത്ത് നടക്കുന്നത്. ക്രിമിനലുകൾ സംരക്ഷിക്കപ്പെടുമ്പോൾ തൊഴിലാളി പോരാട്ടങ്ങൾ നടത്തുന്നവരെ ക്രിമിനലുകളെന്ന് മുദ്രകുത്തി ജയിലിൽ അടയ്ക്കുകയാണ്. ഇതിന് സമാനമായ സംഭവമാണ് ഛത്തീസ്ഗഡിലും ഉണ്ടായത്. ഇതിനെല്ലാമെതിരെ ശക്തമായ ബദൽ രാജ്യത്ത് രൂപപ്പെടേണ്ടതുണ്ട്. ഇതിനും മാതൃകയാണ് കേരളമെന്നും തബൻസൻ പറഞ്ഞു. If this is to be protected, this is to be defended, it is important that this alternative path of its governance, the source of that also must be defended strongly, so that that alternative path of financial governance can have a continuity in the days to come, and with that the existence and advancement of this premier institution is closely linked with it, cannot be separated. അസോസിയേഷൻ പ്രസിഡന്റും CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എളമരം കരീം അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ, നേതാക്കളായ ദീപ K രാജൻ, KN ഗോപിനാഥ്, KSFE ഓഫീസേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി അരുൺ ബോസ്, KSFE റിട്ടയേർഡ് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി AN സോമനാഥൻ, KSFE ഏജന്റ്സ് അസോസിയേഷൻ CITU ജനറൽ സെക്രട്ടറി EK സുനിൽ, KSFE ഗോൾഡ് അപ്രൈസേഴ്സ് അസോസിയേഷൻ CITU ജനറൽ സെക്രട്ടറി R ആനന്ദസ്വാമി, സ്വാഗത സംഘം ചെയർമാൻ UP ജോസഫ്, ജനറൽ കൺവീനർ ബൈജു ആന്റണി എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബാറ്റിൽ ടു ബാറ്റിൽ എന്ന ചരിത്ര പ്രദർശനം AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി സംഘടനയുടെ നവീകരിച്ച തൃശൂരിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു. 2 ദിവസങ്ങളിലായി പ്രതിനിധി സമ്മേളനം, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും നടക്കും. പൊതുചർച്ചയ്ക്കും തെരഞ്ഞെടുപ്പിനും ശേഷം ശനിയാഴ്ച സമ്മേളനം സമാപിക്കും.